നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. എമ്പുരാന് കട്ടുവരുന്നത് 17 ഇടത്ത് റീസെൻസറിംഗ് അല്ല, റീ എഡിറ്റിംഗ്. അസാധാരണമായ സാഹചര്യത്തിലൂടെയാണോ എമ്പുരാൻ എന്ന പൃഥ്വിരാജ് ചിത്രം കടന്നു പോകുന്നത്? സെൻസറിംഗ് നടന്നത് മാർച്ച് 6-നായിരുന്നു. അന്ന് 2 കട്ട് മാത്രം, അതായത് ഏതാണ്ട് 2 മിനിറ്റിൽ താഴെ ഭാഗങ്ങൾ മാത്രമാണെന്ന് മുറിച്ചു മാറ്റിയത്. ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങൾ അന്ന് പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിർമ്മാതാക്കൾ വെട്ടുന്നത് 17 ഭാഗങ്ങൾ, അതും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വില്ലൻ്റെ അടക്കം പേര് മാറ്റിയുള്ള കട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിസന്ധികളേറെ തരണം ചെയ്ത് തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൻ്റെ, മലയാള ചിത്രത്തിൻ്റെ വീണ്ടും വീണ്ടും പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുകയാണോ? ചരിത്രം വളച്ചൊടിച്ചു എന്ന സംഘപരിവാർ ക്യാമ്പയിനാണോ നിർമ്മാതാക്കളെ ഇത്തരത്തിൽ നിർബന്ധിതരാക്കിയത്? സെൻസർ ചെയ്ത സിനിമ വീണ്ടും തിരുത്തപ്പെടുമ്പോൾ എന്തു മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം? യഥാർത്ഥത്തിൽ OTT കാലത്ത് എന്തിനാണ് ഇത്തരം തിരുത്തലുകൾ എന്നുള്ളതും പ്രസക്തമായ ഒരു ചോദ്യമായി മാറുന്ന പശ്ചാത്തലമുണ്ട്.